നമ്മുടെ തോട്ടത്തിലെ കുറച്ച് പണികൾ ഇന്ന് തീർക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. ഈ വർഷം മാർച്ച് അവസാന വാരത്തിൽ തുടങ്ങിയ വേനൽമഴ കൊണ്ട് തൈകൾക്കൊക്കെ നല്ല ഉണർവ് വന്നിട്ടുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ 2-3 മാസങ്ങളിൽ അത്യാവശ്യം നല്ല വെയിലാണ് കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ തൈകൾക്കിടയിലൊക്കെ കളകളും നിറഞ്ഞിട്ടുണ്ട്. അവക്കാഡോയുടെ ഇലകൾക്കും തണ്ടിനും ചെറിയ രൂപത്തിൽ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും തൈ നല്ല ഉഷാറായിട്ട് തന്നെ വളരുന്നുണ്ട്. തൈയുടെ ചുവട്ടിലുള്ള കുറച്ച് കളകളൊക്കെ ഒഴിവാക്കി നന കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. മുമ്പ് നമ്മുടെ സൈറ്റിൽ ഇറക്കിയിരുന്ന ഡ്രാഗൺ പോസ്റ്റുകളിൽ ചിലതിന് ചെറിയ രൂപത്തിൽ ഡാമേജ് ഉണ്ടായിരുന്നു. മുകളിൽ ഹോൾസ് ഇല്ലാത്തതും അതുപോലെ ഹോൾസ് കറക്റ്റ് സ്ട്രൈറ്റ് അല്ലാത്തതുമായിരുന്നു പ്രധാന പ്രശ്നങ്ങൾ. നമ്മൾ ടയർ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ അതെല്ലാം മാറ്റി പുതിയത് പുനഃസ്ഥാപിച്ചു. ഡ്രാഗൺ പോസ്റ്റുകളിലൊക്കെ 1-2 മുകുളങ്ങളൊക്കെ വന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കി കയറ് കൊണ്ട് നമ്മുടെ പോസ്റ്റിലേക്ക് ചേർത്ത് കെട്ടുന്ന പരിപാടികളൊക്കെയാണ് ഇന്നുള്ളത്. നമ്മുടെ ഡ്രാഗൺ പ്ലാന്റ് വളരുന്ന സമയത്ത് ഒരു മുകുളം മാത്രം നിലനിർത്താൻ ശ്രദ്ധിക്കണം. അവ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പോസ്റ്റിനോട് ചേർത്ത് കെട്ടുകയും വേണം. കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഒന്നാണ് ഇന്ന് ഈ കാണുന്നത്. അമ്പലത്തെ സൈറ്റിൽ കഴിഞ്ഞ ദിവസം ആന വന്നുകൊണ്ട് ഈ ഒരു തേക്കിന് ചവിട്ടിന് നമ്മൾ വേലിക്ക് മുറിച്ചാണ് ഉള്ളിലേക്ക് കയറിപ്പോയത്. ഞാൻ ഇത്രമാത്രം പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ എടുത്താലും ഇതുപോലത്തെ ഒരുപാട് വെല്ലുവിളികളാണ് കൃഷിയിൽ കാണുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഒരല്പം ആശ്വാസത്തിനായിട്ട് ഫെൻസിംഗ് ഒക്കെ വീണ്ടും പുനഃസ്ഥാപിച്ചു. കൃഷിയുടെ കാഴ്ചകളുമായി വീണ്ടും കാണാം.